അപ്പൊ കണ്ണൊന്ന് തുറന്നേ. നേരെ ഇരുന്നേ. ഇനി നേരത്തെ അവിടെ കാണുന്നുണ്ട് എന്തെങ്കിലും? അവിടെ ഒരു ചെറിയൊരു ബോർഡ് കാണുന്നില്ലേ? ബോർഡ് കാണാം. ഇനി വായിച്ചേ. പറ്റുന്നില്ല. വായിക്കാൻ പറ്റുന്നില്ല? ഇല്ല, കിട്ടില്ല. കാണണ്ടാണല്ലോ. ഒന്നുകൂടെ നോക്കിയേ. കണ്ണ് തുറന്നേ. അങ്ങനെ. ഇനി എന്തായാലും വായിക്കും. ഓക്കെ, ശ്രദ്ധിച്ച് വായിച്ചേ. വായിക്കാൻ പറ്റില്ല ഡോക്ടറെ. ഇനിയിപ്പോ നിങ്ങളെ ഒരു കുടം മരുന്നെടുത്ത് വെച്ചാലും നല്ല പവറുള്ള ഗ്ലാസ് വെച്ചാലും എനിക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്തുപറ്റി? എനിക്ക് എഴുത്തും വായന അറിഞ്ഞൂടല്ലോ. നിങ്ങളെ പോയിട്ട് പിന്നെ വരൂ. സ്ഥിരം തരണ മരുന്ന് ഒഴിച്ചാൽ മതി. അത് പൊഴിച്ചിട്ടുണ്ട്. ഇനി വിളിച്ചിട്ട് വന്നാ മതി കേട്ടാ. എവിടെ? അങ്ങോട്ടല്ല, ഇത് വഴി. കുട്ടി പോട്ടാ. അയ്യോ, അതിന് മാത്രം കണ്ണ് കാണാ. ഈ അപ്പൂപ്പന്റെ കണ്ണിനല്ല സർ കുഴപ്പം. അടുത്ത നയൻ. വായിക്കാനും അറിഞ്ഞൂടാ, എഴുതാനും അറിയാത്ത ആളാണ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. മൈ നെയിം ഇസ് വിമൽ. ഓക്കെ വിമൽ. ഞാനിപ്പോൾ ആകെ ഒരു വിഷമത്തിലാണ് ഡോക്ടർ. എൻ്റെ ലൈഫ് ഇങ്ങനെ വെറുതെ സ്പോയിലായി പോയി. മൊത്തത്തിൽ ഞാൻ കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. എന്താ കാര്യം? എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിന് ഈ അടുത്ത കാലത്തായിട്ട് മങ്ങൽ അനുഭവപ്പെടുന്നു ഡോക്ടർ. കണ്ണാടി എടുത്ത് മുഖത്തേക്ക് വയ്ക്കൂ. അയ്യോ, അതുകൊണ്ടല്ല, കണ്ണാടി വെച്ചാൽ പിന്നെ ഒട്ടും കാണത്തില്ല ഡോക്ടർ. എന്താ പ്രോബ്ലം? എനിക്കറിയത്തില്ല. ഇപ്പോൾ 2-3 മാസമായി ഇങ്ങനെ പുകഞ്ഞു എനിക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് എനിക്കിപ്പോൾ. എന്താ പരിപാടി? എന്താ ഈ കോലമൊക്കെ? മൈ പാഷൻ. നമ്മളെപ്പോലുള്ള സൗന്ദര്യമുള്ളവർക്ക് ഇതൊരു പാഷനാണ്. സംഭവം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഡോക്ടർ ഒന്ന് മാറ്റി തരണം ഡോക്ടർ. ഇപ്പൊ എന്താണ് ഒരു പ്രത്യേകിച്ച് എത്ര നാളെ തുടങ്ങിയിട്ട് അസുഖം തുടങ്ങിയിട്ട്? ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ 2 മാസം. 2 മാസമായിട്ടുള്ളൂ. 2 months. വേറെ ഡോക്ടേഴ്സിനെ കാണിച്ചായിരുന്നോ? ഇല്ല, ഡോക്ടറാണ് ഫസ്റ്റ് കാണിക്കുന്നത്. വെരി ഗുഡ്. സംഭവം വരുന്നില്ല, എനിക്കൊരു ലവ് ഉണ്ട്. അപ്പോൾ അവള് സത്യം പറഞ്ഞാൽ അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിനു വേണ്ടി. കാരണം അവളിത് അറിഞ്ഞിട്ടില്ല, എൻ്റെ ഈ കണ്ണിന്റെ പേസ്റ്റും എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അവൾ അറിയാതെ ഇത് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റണം. അത് കാണുന്നുണ്ട്. എന്നെ കാണാൻ പറ്റുന്നില്ലേ? എല്ലാം ഒരു മംഗലായിട്ട് എനിക്ക് കാണാം. ഇവിടെ ഒരാൾ നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു നിഴല് പോലെ കാണാവോ? അത്ര പറ്റുന്നുള്ളൂ ഡോക്ടർ. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കാമുകി എന്ന് പറഞ്ഞാൽ മുട്ടോളം വരുന്ന മുടിയാണ് എൻ്റെ ഗീതുവിന്. പുരുകം എന്ന് പറഞ്ഞാൽ നല്ല മാരിവില്ല് പോലത്തെ പുരുകം. കണ്ണെന്ന് പറഞ്ഞാൽ നല്ല നീല കണ്ണ്, കൃഷ്ണന്റെ കണ്ണുകളാണ് എൻ്റെ ഗീതുവിന്. മൂക്കാണെങ്കിൽ തത്തം വെച്ചുണ്ട് മൂക്ക്, ചുണ്ടാണെങ്കിൽ ചുമന്ന് തുടുത്ത ചുണ്ട്, കവളാണെങ്കിൽ കാശ്മീരി അപ്പളം. നിന്റെ കാമുകിയെ കുറിച്ച് എന്നടായി പറ. ഒരു കാര്യം ചെയ്യും, ഇന്നലെ ഞാൻ എൻ്റെ ഗീതുവുമായിട്ട് ചാറ്റ് ചെയ്തതാണ് എൻ്റെ ഗീതു. നോക്കി എങ്ങനെയുണ്ട് എൻ്റെ ഗീതു? നോക്കൂ ഡോക്ടർ, മുടി നോക്കൂ. അനുഷ്ക തോക്കില്ലേ? കണ്ണുകൾ നോക്കൂ, അനുഷ്ക തോക്കില്ലേ? തമന്നല്ല, ആരും തോറ്റൂല. എന്റെ ദൈവമേ, ഇത് വീഡിയോ ചാറ്റ് കിടക്കുന്നത്. അവളിപ്പോ കൊല്ലത്തുണ്ട്. അവളൊന്നും ഇങ്ങോട്ട് വരാൻ പറയൂ. എന്തിനാ ഡോക്ടർ? അവളുടെ കണ്ണിനാണ് കുഴപ്പം. നിനക്കൊരു ഗുരുവില്ല, അവളുടെ കണ്ണിനാണ് കുഴപ്പം. ഡോക്ടർ, നിങ്ങൾക്ക് തെറ്റിപ്പോയി തന്നെ. തെറ്റി നീ ഇറങ്ങി പോയാൽ മതി. നമുക്കിപ്പോ അവൻ ആരെ പ്രേമിക്കുന്നു, അവന്റെ കൂടെ ആര് പോകുന്നുള്ള നമ്മുടെ സബ്ജക്റ്റ് അല്ല. പക്ഷെ അവന് വട്ടാണ്, അതാ പ്രശ്നം. അടുത്ത ആൾ വിളിക്കും. അല്ല നമുക്കിപ്പോ എന്താ ആരോടെ പോയത്? ടോക്കൺ നമ്പർ 10. അല്ല, ഇത് വരേണ്ട ദിവസം ആയില്ലല്ലോ. ഇന്നാണ് വരാൻ പറഞ്ഞത്. ഇന്നല്ല വരാൻ പറഞ്ഞത്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞത്. പിന്നെന്താ അത്യാവശ്യം വിളിച്ചിട്ട് വന്നാ പോരായിരുന്നോ? പിന്നെ വേറൊരു കേസ്. എനിക്കൊരു ഉപകാരം ചെയ്യണം ഡോക്ടർ. എന്ത് പറഞ്ഞു? എന്റെ ഈ കണ്ണിലെ ഈ ഒരു വെച്ചുകെട്ട് ഈ കണ്ണിലോട്ടൊന്ന് ആക്കി തരണം. ആ കണ്ണിനാണല്ലോ കുഴപ്പം. ഈ കണ്ണി വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അല്ല, എന്നാലും ജോലിക്ക് പോകണ്ടേ? ഈ കണ്ണ് വെച്ചിട്ട് ജോലിക്ക് പോയിക്കൂടെ? അയ്യോ, അത് പറ്റത്തില്ല. ഈ കണ്ണുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ. എന്താ? ഈ കണ്ണിന് ജോലി അറിയില്ല, ഈ കണ്ണിന് ജോലി അറിയാവൂ. എന്താ ജോലി? എനിക്ക് വാച്ച് റിപ്പയറിങ്ങിന്റെ ജോലിയാണല്ലോ. അപ്പോഴത്തേക്ക് ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് മറ്റേ കണ്ണുകൊണ്ടെങ്കിൽ തുറന്ന് നോക്കുമല്ലോ. അപ്പൊ ഞാൻ അടച്ചു വെക്കുന്ന കണ്ണ് ഇതായിരുന്നു, അപ്പൊ തുറന്നു നോക്കുന്ന കണ്ണ് ഇതാണ്. അപ്പൊ ഈ തുറന്നു നോക്കുന്ന കണ്ണേ പണി പിടിച്ചിട്ടുള്ളൂ, ഈ കണ്ണ് പണി പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതുകൊണ്ട് നോക്കിയിട്ട് പണി പറ്റത്തില്ല. അതുകൊണ്ട് ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഈ പണി പിടിച്ച കണ്ണ് വെച്ച് നോക്കിയാൽ നാളെ തൊട്ട് പണിക്ക് പോകും. നീ എന്റെ പണി കളയോ? എന്ത് പറ്റി? ഞാൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കണികൾ ചെയ്യുന്നത്? അതെ, ഞാൻ വേറെ ഇവിടെ നാട്ടിൽ വല്ല ആശുപത്രിയോടെ നോക്കാം. നിങ്ങൾ ഇങ്ങനെ ഉടായ്പിലൂടെ ഇങ്ങനെ നിൽക്കരുത്. ജീവിച്ചു പോകാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്, മനസ്സിലായോട്ടോ? ആ ഫ്രണ്ടിൽ പോയിട്ട് ആ ബോർഡ് നോക്ക്. എന്താ ബോർഡ്? ഇത് ഐ ഹോസ്പിറ്റലിലാണോ മെന്റൽ ഹോസ്പിറ്റലിലാണോ വെച്ചേക്കുന്നത്? എനിക്കറിയില്ല സാർ, എല്ലാം വരുന്നത് നിനക്കല്ലേ ഇളക്കാൻ പാട്, നിനക്കല്ലേ ഇളക്കാൻ പാട്. ടൈറ്റ് അടിച്ചല്ലോ, ഇനി അതിന്റെ പേര് പറഞ്ഞ കേസ് കൊടുക്കാൻ നിൽക്കുന്നു. ഇനി അടുത്തത് എങ്ങനത്തെ ആണോ എന്തോ. ടോക്കൺ നമ്പർ 11. ആളുണ്ടോ? ഉണ്ട്. ഇനി അത് ഏത് കാറ്റഗറി? എല്ലാം മറിച്ചിട്ടാ. ആരാത്?
എങ്ങോട്ട്? ദേഹം അടുത്തിടിക്ക. ഹലോ, ഇങ്ങോട്ടാ ഇങ്ങോട്ടാ. ഓക്കേ. വരൂ 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 വരൂ. കാണാൻ പറ്റുന്നില്ലേ? പിന്നെ. ഹലോ, അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. അവിടെ ഇരിക്കും. നമസ്കാരം. അയ്യോ, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇവിടെ ഡോക്ടർ ഇവിടെയാണ് ഇരിക്കുന്നത്. ആകെ എന്താണ് പ്രശ്നം? എന്താന്ന് അറിഞ്ഞൂടാ. കുറച്ച് നാളായി 15 വർഷമായി ഇപ്പൊ. നമുക്ക് അങ്ങനെ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല. എന്തോ ഒരു മങ്ങിയ പോലെ. ആണോ? മൊത്തത്തിൽ ഇങ്ങനെ മൂടൽ മഞ്ഞ് ബാധിച്ചു കിടക്കുന്ന പോലെ ഒരു ചെറിയ പ്രശ്നം. കണ്ണും തുറന്നേ, കണ്ണും തുറന്നേ. എന്റെ കഥകൾ കഴിഞ്ഞിട്ട് ഞാൻ വരാം. നടക്കുള്ളൂ. അല്ല അത് ഒഴിക്കാൻ വരുമ്പോൾ ഒരു ഇതാ. ആണോ? പിന്നെ ഇത് കുഴപ്പമില്ല. അതെ. ഇത് കണ്ണ് പെട്ടെന്ന് ഒരു കാഴ്ചക്ക് വിഷൻ ഒന്ന് ക്ലിയർ ആവാനാണ്. കണ്ണ് തുറന്നേ, കണ്ണ് തുറന്നേ. ഒന്നുമില്ല. അതാ. ഓക്കെ. എരിവും പുളിയൊന്നും ഇല്ല സാധനമാണത്. അതെ, ഇല്ല, അതാണ്. ഇനി പറയൂ. എന്നെ നോക്കൂ, കുറച്ച് എന്നെ ഇങ്ങോട്ട് നോക്കൂ. ഓക്കെ. അപ്പൊ എന്നെ കാണാൻ പറ്റുന്നുണ്ട് കുറച്ചെങ്കിലും ഒക്കെ. കുറച്ച് ഞാൻ പറഞ്ഞത് മങ്ങിയ പോലെ. ഒരു മങ്ങിയ കാഴ്ച. ഒരു വെള്ളക്കുപ്പായ ഇങ്ങനെ മൂടി പോയി. അത്രേ ഉള്ളൂ. എത്ര വർഷമായി തുടങ്ങിയിട്ട് ഈ പരിപാടി? ഒരു 15 വർഷമായി. 15 വർഷമായിട്ട് ഈ അസുഖം ഉണ്ട്. വ്യക്തമായിട്ട് കാണുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് എന്റെ ഒരു മഹത്വം മനസ്സിലായത്. എന്നിട്ട് ജോലിക്ക് പോകുന്നുണ്ട്? ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഓ, അത് ശരി. എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാൻ KSRTC ഡ്രൈവറാണ്. 15 വർഷം അങ്ങനെ പോകുന്നു. ഒരു പുല്ലും കാണാതെ വണ്ടി ഓടിച്ചങ്ങ് പോവുക. ഇത് എങ്ങനെ ഓടിച്ചു പോയി? പിന്നെ അതൊരു ലക്ഷ്യം വെച്ച ഒരു ഗീച്ചങ്ങ് ഗീച്ചു. അപ്പൊ ഈ കണ്ടക്ടറും മറ്റേ യാത്രക്കാരത് കണ്ടിട്ടില്ലേ? അവർ വന്ന് നോക്കാൻ വരുമ്പോഴത്തേക്ക് ഞാനൊരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കും. ഈ കൂളിംഗ് ഗ്ലാസ് വെക്കൊണ്ട് 2 ഗുണമുണ്ട്. എന്താ? കാരണം അവർ നോക്കുമ്പം കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ഞാൻ ഷൈൻ ചെയ്ത് ഓടിക്കാണെന്ന് ഓർക്കും. പക്ഷെ എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. എന്നാലും ആളുകളുടെ 10-60 പേര് യാത്രക്കാര് പോകുന്ന ഒരു വണ്ടിക്ക് ഓടിച്ചു കൊണ്ടുപോകുന്ന ആളിന് കാഴ്ചയില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു ഗതികേടാണ്. സാർ, അവർക്ക് ആയുസ് കൂടുതലുണ്ട്, അതുകൊണ്ട്. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ 15 വർഷമായിട്ടും തോന്നാത്ത ഒരു കാര്യം, കാഴ്ചശക്തി പോയി, ഇനി കാഴ്ചശക്തി വേണം എന്നൊരു തീരുമാനം എടുക്കാൻ കാരണം എന്താണ് ഇപ്പോ? അതെന്നാന്നറിയാമോ? ഞാൻ ആ പുഴവക്കിൽ ഒരു 6 സെന്റ് സ്ഥലം മേടിച്ചിട്ട് അവിടെ വീട് പണി നടന്നു. ഇനിയിപ്പോ ഉടനെ അങ്ങോട്ട് താമസം മാറണം. ആ പുഴയിലാണെങ്കിൽ പെണ്ണുങ്ങൾ കുളിക്കാനും അലക്കാനൊക്കെ വരുമെന്ന് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കേൾക്കണം. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ കണ്ണിന്റെ മഹത്വം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ എന്തായാലും കാഴ്ച ഒന്ന് റെഡിയാക്കി തന്നെണ്ടോ? എന്താ അവിടെ പുഴുവോ പാറ്റയോ ഉണ്ടോ? ഒന്നുമില്ല. ഒരു ചെറിയ പേപ്പർ എടുത്തതാ. ഈ മരുന്ന് ഞാനൊരു മരുന്ന് എഴുതി തരും കേട്ടോ. ഓക്കെ. അത് കൊണ്ടുപോയിട്ട് ഇപ്പൊ തന്നെ മേടിച്ച് ഒഴിച്ചോളണം കണ്ണ് കേട്ടോ. ഓ. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും. അപ്പൊ 3 നേരമായല്ലോ. 3 നേരം ഒഴിച്ചോളൂ. അപ്പൊ ഇത് റെഡി ആവുമല്ലോ സംഭവം. മൊത്തം റെഡി ആക്കിയിട്ട് നീ ഒരു പുല്ല് നീ കാണാതായി. കാഴ്ചയില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു മണം പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. മനസ്സിലായി. ഓക്കെ. സാർ, ഇതെന്താണ് സാർ പ്രശ്നം? ഇതോടെ അവന്റെ കണ്ണിന്റെ കാഴ്ച തീർന്നു. അങ്ങനെ ചെയ്തുകൂടാ, പക്ഷെ ചെയ്യണം അവനൊക്കെ. എന്താ ചെയ്യാ? അടുത്ത ആളെ വിളിക്ക്. ടോക്കൺ നമ്പർ 12. ഇന്നലെ സർജറി കഴിഞ്ഞില്ലേ? പുള്ളി വന്നതാ. കുഴപ്പമില്ല, ഊരാൻ പാടാണെങ്കിൽ കുഴപ്പമില്ല. വന്നാ മതി. അയ്യോ, അത്രയും അല്ല ഡോക്ടർ, ഇതാ എന്താ ഇത്? അത് ഇതിപ്പോ കഴിഞ്ഞല്ലോ, ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞു. നിങ്ങളോട് ഇന്നലെ വൈകുന്നേരം കെട്ടഴിക്കാൻ പറഞ്ഞല്ലേ? കെട്ടഴിക്കാൻ പറഞ്ഞതായിരുന്നു. ഞങ്ങൾ അഴിക്കാൻ പോയപ്പോ എന്ത് ചെയ്താലും സമ്മതിക്കില്ല സാറേ. നോക്കൂ സുഗുണൻ, നിങ്ങളുടെ കാഴ്ചക്കൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാം ശരിയായിട്ടുണ്ട്. ഈ ഇന്നലെ വൈകുന്നേരം തന്നെ നിങ്ങൾ കഴിച്ചിട്ട് ചെയ്യാമായിരുന്നു. എന്താന്നറിയോ, ഇപ്പൊ ഇന്നലെ അഴിക്കാൻ നേരത്തെ ചേട്ടൻ പറയണ ഇവിടെ വന്നിട്ട് സാറിന്റെ മുമ്പിൽ വെച്ച് അഴിക്കൊള്ളൂ. അതെ, എന്റെ ഒരു നിർബന്ധമാണ്. ഈ കെട്ടഴിക്കുമ്പോൾ എനിക്ക് ഡോക്ടറിനെ മുന്നിൽ കാണണം. അതെന്റെ ഒരു നിർബന്ധം. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ ഞാനിവിടെ ഉണ്ട്. എനിക്ക് ഡോക്ടറെ ജീവിതത്തില്
എനിക്ക് ഇതുപോലെ 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെന്തായാലും മറക്കാനാവാത്തൊരു അനുഭവമാണ്. സിസ്റ്ററെ, എന്തോ ഇവിടെ നിന്ന് അഴിക്കണ്ട, പിറകെ പോയി എനിക്ക് അഴിച്ചേക്കാം. ഡോക്ടറെ കാണണം. അഴിക്കുന്ന സമയത്ത് എന്നെ തന്നെ ഓ കാണും. ശരി എനിക്ക് കാണണം. എന്റെ മുമ്പിൽ വേറെ ആരും വരില്ലേ? ഇവിടെ ഇരിക്ക്, ഇവിടെ പ്ലീസ്, വേറെ ആരും വരില്ലേ? എനിക്ക് എന്റെ ആരുമില്ല. സാറ് മുമ്പിൽ തന്നെ നിൽക്കണം. കണ്ണു തുറന്ന് നോക്കണം എന്നെ, എന്നെ തന്നെ നോക്കണം. ഡോക്ടറല്ല, വേറെ ആരും നിൽക്കരുത്. എനിക്ക് ഇല്ല ആരുമില്ല. സൂക്ഷിച്ച് നിങ്ങൾ പിറകിലോട്ട് അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് വിഷമാവും. ആ ഒരാളുടെ ഇഷ്ടക്കേട് ഉണ്ടാക്കാൻ പാടില്ല. തിരുമരുത്, ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ്. നോക്ക് സ്ലോലി. വെട്ടോടിക്കുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാവും. ഓ മൈ ഗോഡ്, താങ്ക് ഗോഡ്. എന്റെ പ്രൊഫഷണലി ഫസ്റ്റ് ടൈമാണ്. എവിടെ ഡോക്ടർ? എവിടെ? ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. കാരണം അച്ഛനെ കാണണ്ട, അമ്മയെ കാണണ്ട, ഉണ്ടായ കുഞ്ഞിനെ കാണണ്ട, ഭാര്യയെ കാണണ്ട, എന്നെ തന്നെ ആദ്യമേ കാണണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? എന്താന്ന് വെച്ചാലേ, എന്റെ വലത് കണ്ണിന് അസുഖമായിട്ട് ഓപ്പറേഷന് വേണ്ടി വന്നത്. പക്ഷേ താങ്കൾ ഓപ്പറേഷൻ ചെയ്തത് എന്റെ ഇടത് കണ്ണ. അതുകൊണ്ട് അഴിക്കുമ്പോ അവിടെ പാട്ടി നിന്നെ എനിക്ക് കാണുന്ന വലിയ നിർബന്ധമായിരുന്നതാ.